Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം സെപ്റ്റംബർ 13-നാണ്. നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇത്ര ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ടോട്ടൽ 30 ചോദ്യങ്ങൾ MCQs വിത്ത് എക്സ്പ്ലനേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർ നിങ്ങൾ കാണാം. ദെൻ നെക്സ്റ്റ് നമ്മൾ 31-ാമത്തെ മുതലുള്ള ഒരു 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC KFC അസിസ്റ്റന്റിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനും ഡൗട്ട് ഉള്ളത് ചോദിക്കാനും സാധിക്കും. MCQ പ്രാക്ടീസ് ഒക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 സ്റ്റുഡൻസിന് ഓഫർ പ്രൈസിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2500 റുപ്പീസ് മാത്രമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് 31. Which of the following are not included in the functions of management suggested by Henry Fayol? ഹെൻറി ഫയോളിൻ്റെ സജഷൻ ഉണ്ട് ഫങ്ഷൻസിൽ. അതിൽ ഈ താഴെ പറയുന്നതിൽ ഏതാണ് ഇല്ലാത്തത്? നോട്ട് ഇൻക്ലൂഡഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരണം. ആക്ച്വലി ഹെൻറി ഫയോള് സജസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്പർ 1, പ്ലാനിങ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പ്ലാനിങ്. രണ്ടാമത് എന്താ? ഓർഗനൈസിങ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് കമാൻഡിങ് ആണ്. ശരി, കമാൻഡിങ്. ബട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി കമാൻഡിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ കൺസെപ്റ്റ് ഡിറക്റ്റിംഗ് തന്നെയാണ്. ഓക്കെ, ഡിറക്റ്റിംഗ് തന്നെയാണ്. ദെൻ നമ്പർ 4, കോർഡിനേറ്റിംഗ്. ദെൻ നമ്പർ 5, കൺട്രോളിങ്. ഇതാണ് ഫയോളുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആക്ച്വലി ഫയോള് പറയാത്തത് ഇതിലേതാ? സ്റ്റാഫിങ് മാത്രമാണ് ഫയോള് പറയാത്തത്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയൊക്കെ ഫയോള് പറഞ്ഞിട്ടുള്ളതാ. ബട്ട് ഫയോള് പറഞ്ഞതിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞു കമാൻഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് അതിൻ്റെ കൺസെപ്റ്റ് ഡിറക്റ്റിംഗ് തന്നെയാണ്. ബട്ട് നമ്മളിവിടെ ക്വസ്റ്റ്യൻസിന് ആൻസർ 4 ഓപ്ഷൻ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഓൺലി 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർഡിനേറ്റിംഗ്. അപ്പോൾ അതല്ല. പിന്നെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത് 1 and 2. 1 സ്റ്റാഫിംഗ് ഇല്ലേ, കറക്റ്റാണ്. പിന്നെ 2 പറഞ്ഞിട്ടുണ്ട്, ഡിറക്റ്റിംഗ് പറഞ്ഞിട്ടില്ല. ആക്ച്വലി ഡിറക്റ്റിംഗ് പറഞ്ഞിട്ടില്ല, ബട്ട് കമാൻഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺസെപ്റ്റ് അത് തന്നെയാണ്. പിന്നെ ബോത്ത് 3 and 4 ആണ് പറഞ്ഞിരിക്കുന്നത്, 3ഉം 4ഉം. അപ്പം അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓൾ ഓഫ് ദീസും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആക്ച്വൽ ആൻസർ വരുന്നത് ആദ്യത്തെ ഓപ്ഷൻ മാത്രമാണ്, സ്റ്റാഫിംഗ്. ബട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടില്ല അവർ. അപ്പോൾ ഒരു എന്താണ് ഏകദേശം ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 എന്തായാലും എടുക്കാം, സ്റ്റാഫിങ്. ഡിറക്റ്റിംഗ് എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഡിറക്റ്റിംഗ് എടുക്കാൻ പാടില്ല. കമാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഒരു നൽകിയിട്ടുള്ള ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ 100% ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസെപ്റ്റ് ഒന്നുകൂടിയും പറയാണ്. സ്റ്റാഫിംഗ് മാത്രമാണ് ഇതിൽ ആൻസർ കറക്റ്റ്. ബട്ട് നൽകിയിട്ടുള്ള ഓപ്ഷനിൽ കമാൻഡിംഗ്, അതിന് പകരം ഡിറക്റ്റിംഗ് ആണ്. അപ്പോൾ അവർ ഡിറക്റ്റിംഗ് കൂടി ഇതിലെടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയണത് 100% കറക്റ്റ് അല്ല, പാർഷ്യൽ കറക്റ്റ് മാത്രമേ, കറക്റ്റ്നെസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലത്തെ ആൻസർ ബി ആണ് കൊടുക്കാൻ പറ്റുക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 32. Who among the following belongs to contributories to classical theories of management? ക്ലാസിക്കൽ തിയറിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് താഴെ പറയുന്നതിൽ ആരൊക്കെ? ടൈലർ അറിയാലോ, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഫയോള് ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ദെൻ ഗിൽബ്രത്ത് ആക്ച്വലി സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ ടൈം മോഷൻ സ്റ്റഡി ഇതിൻ്റെ ഒക്കെ പാർട്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 പേരും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും ആൻസർ വരുന്നത് ഓൾ ഓഫ് ദം ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 33. The process of short circuiting
The chain of superiors from ultimate authority to the lowest level in the organization is referred to as number 1 scalar chain, unity of command, unity of direction, gang plan. എന്താണ് ആൻസർ? മാനേജ്മെന്റ് പഠിച്ചെടുക്കുക. അതിനാണ് നമ്മൾ പറയുന്നത് ഗ്യാങ് പ്ലാൻ. സ്കാലർ ചെയിൻ എന്ന് പറയുമ്പോൾ ചെയിൻ ഓഫ് അതോറിറ്റി അല്ലേ, ടോപ്പ് ടു ബോട്ടം, അതല്ല ഇവിടെ പറയുന്നത്. പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരൊറ്റ ആൾ പറയണത് മാത്രമേ നമ്മൾ കേൾക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒന്നിലധികം ആൾക്കാർ പറയാനായിട്ടുണ്ടെങ്കിൽ ആകെ കുളവും. യൂണിറ്റി ഓഫ് ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷനിൽ ആ കൂടി ഒറ്റ പ്ലാനേ പാടുള്ളൂ. ഏതെങ്കിലും ഒറ്റ പ്ലാൻ വെച്ച് കാര്യങ്ങൾ ചെയ്യാം. ഗ്യാങ് പ്ലാൻ എന്ന് പറയുന്നത് ഫയോളിൻ്റെ കോൺട്രിബ്യൂഷനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സെയിം ലെവൽ ഓഫ് അതോറിറ്റിയിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിതൗട്ട് വയലേറ്റിംഗ് ദി ചെയിൻ ഓഫ് കമാൻഡ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഗ്യാങ് പ്ലാൻ എന്ന് പറയുന്ന ഫയോളിൻ്റെ കൺസെപ്റ്റിലൂടെയാണ്. ഞാൻ പറഞ്ഞു സ്കാലർ ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് ടു ബോട്ടം, അതാണ്. ദെൻ ഗ്യാങ് പ്ലാൻ എന്ന് പറയുമ്പോൾ ആ എന്താണ്, സെയിം ലെവൽ ഓഫ് അതോറിറ്റി, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന ലെവൽ ഓഫ് അതോറിറ്റിയുടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് തന്നെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഗ്യാങ് പ്ലാൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 33. ഇനി 34, ഡിസ്ക്രിപ്ഷൻ of minimum knowledge, skills, abilities that are required to perform a job in an organization satisfactory are termed as number 1 job enrichment, then job description, then job specification, evaluation. ഇങ്ങനത്തെ ചോദ്യം എപ്പോഴും വരുന്നതാണ്. എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എൻഹാൻസ് ചെയ്യുക സ്കിൽ എബിലിറ്റി അല്ലേ. ഡിസ്ക്രിപ്ഷൻ മീൻസ് എന്താ, ഒരു ജോബിനെ പറ്റിയിട്ടുള്ള എൻറ്റയർ ഡീറ്റെയിൽസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. സ്പെസിഫിക്കേഷൻ എന്താ, അതാണ് ആൻസർ. മിനിമം സ്കിൽ നോളേജ് റിക്വയർഡ് ടു പെർഫോം എ ജോബ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയണമെങ്കിൽ അത് അനലൈസ് ചെയ്യുക, ജോബിനെ പറ്റിയിട്ട് പഠിക്കുക അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. മിനിമം നോളേജ് ഉദ്ദേശിക്കുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ ആണ്. ലാസ്റ്റ് വൺ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 35. ഇൻ മാനേജ്മെന്റ് വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് പ്ലാനിംഗ് ഫംഗ്ഷൻ? പ്ലാനിംഗ് ഫംഗ്ഷനിൽ ഇല്ലാത്തത്, പറയാത്തത്. നമ്പർ 1, പ്ലാനിംഗ് ഈസ് ഗോൾ ഓറിയന്റഡ്, കറക്റ്റ് ആണ്. പ്ലാനിംഗ് ഈസ് എ വൺ ടൈം പ്രോസസ്, ദിസ് ഇസ് നോട്ട് ട്രൂ. അപ്പോൾ ഇതാണ് ആൻസർ. പിന്നെ പെർവേസീവ് ആണ്, പ്ലാനിംഗ് ഇൻവോൾവ്സ് ചോയ്സ്. അപ്പോൾ ആക്ച്വൽ ആൻസർ വരുന്നത് നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഇറ്റ്സ് എ വൺ ടൈം പ്രോസസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ഇന്നത്തെ 5 ചോദ്യങ്ങളുടെ ഡിസ്കഷൻ. ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവും ക്ലാസ്സസ് മിസ്സാവരുത്, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ചോദ്യങ്ങളുടെ ഡിസ്കഷനുമായിട്ട് നാളെ കാണാം ഈവനിങ്ങിൽ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you.